ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. നദികൾ, ഇന്ത്യയിലെ ഉപദ്വീപീയ നദികൾ വളരെയധികം പ്രാധാന്യമുള്ള ഭാഗമാണ്. 90% പരീക്ഷകളിലും ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യം വരാറുണ്ട്. ഇത് നമുക്കൊരു യാത്രയിലൂടെ പഠിച്ചാലോ? ഒരു വ്യക്തി നടത്തുന്ന യാത്രയിൽ അദ്ദേഹം കണ്ട കാഴ്ചകളിൽ നിന്നും നമുക്കിത് പഠിക്കാം. ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ, ഈ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇത് അവസാനിക്കുന്നത് ഏത് കടലിലാണ്? ബംഗാൾ ഉൾക്കടലിലാണോ? അറേബ്യൻ കടലിലാണോ? അല്ല എന്നുണ്ടെങ്കിൽ അവസാനിക്കുന്ന ഭാഗം ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? ഏത് സ്ഥലമാണ്? അത് മാത്രമല്ല, ഇതിന്റെ പോഷക നദികൾ ഏതാണ്? ഈ നദികൾ ഒഴുകുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ എവിടെയാണ്? അങ്ങനെ ചോദ്യങ്ങൾ പലവിധം. നമുക്കിന്ന് വളരെ ചുരുക്കി ഈസി ആയിട്ട് ഒരു കഥാരൂപേണ ഈ ഭാഗം പഠിച്ച് പോകാം. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ സ്ഥിരമായി നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉപദ്വീപീയ നദികൾ, ഞാൻ പറഞ്ഞു നമ്മളിതൊരു യാത്രയിലൂടെയാണ് നോക്കാനായിട്ട് പോകുന്നത്. യാത്ര ചെയ്യുന്നത് ആര് എന്നറിയാമോ? ഉപഗുപ്തൻ എന്ന ഒരു വ്യക്തി. ഉപദ്വീപീയ നദികളല്ലേ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഉപഗുപ്തനാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. അദ്ദേഹം കിഴക്ക് ഭാഗത്ത് നിന്ന് ആരംഭിക്കും. ഇവിടെ ആയിട്ട് നിന്നാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ആരംഭിച്ച് ഈ കിഴക്ക് ഭാഗത്തുള്ള നദികളെല്ലാം കണ്ട ശേഷം അദ്ദേഹം ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തോട്ട് പോകും. പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ഈ ഗുജറാത്ത് ഭാഗത്ത് വെച്ചിട്ട് ഈ യാത്ര അവസാനിപ്പിക്കും. ആണേ? അപ്പോൾ കിഴക്ക് ഭാഗത്ത് നമുക്ക് കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ കിഴക്ക് ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള നദികൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. എളുപ്പത്തിനായി ഇങ്ങനെ ഓർത്തോളൂ, കിഴക്ക് ഭാഗമാണ് മഹാനടിയായ കാവേരി. മഹാനടിയായ കാവേരിയെ കാണാൻ ഗോഡ് കൃഷ്ണ കിഴക്കോട്ട് പോയി എന്നാലോചിച്ചോളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, മഹാനടിയായ കാവേരിയും ഗോഡ് കൃഷ്ണയും കിഴക്കാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, മഹാനടി എന്ന് പറഞ്ഞാൽ മഹാനദി, കാവേരി എന്ന് പറഞ്ഞാൽ കാവേരി റിവർ. കാവേരി എന്ന പേരിലൊരു നടിയും കൂടെ ഉണ്ട്. പഴയ മലയാളത്തിലും തമിഴിലും തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അവരെ വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. മഹാനടിയായ കാവേരി, മഹാനദി, കാവേരി നദി, ഗോഡ് കൃഷ്ണ. അതിലെ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗോദാവരിയാണ്, കൃഷ്ണ എന്നാൽ കൃഷ്ണ റിവർ. ഇത് കിഴക്ക് ഭാഗത്തു നിന്നുള്ളതാണ്. ഇനി പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപ്തിയും നർമ്മദയുമാണ്. മെയിനായിട്ട് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കേണ്ട നദികൾ താപ്തി, നർമ്മദ. ഇങ്ങനെ ഓർത്തോളൂ. ദീപ്തി നല്ല ബെസ്റ്റ് ആയിട്ട് നർമ്മം പറയും. അല്ല, ദീപ്തി എന്ന് പറഞ്ഞാൽ താപ്തിയാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് അല്ലേ പടിഞ്ഞാറ്. പടിഞ്ഞാറ് നർമ്മം പറയും. ഇനി നമുക്ക് യാത്രയിലേക്ക് കടക്കാം. അല്ലേ? അപ്പോ ഉപഗുപ്തൻ യാത്ര ആരംഭിച്ചു ഗൈസ്. ഉപഗുപ്തൻ ഈ ഭാഗത്തു നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് യാത്ര തുടങ്ങി. അദ്ദേഹം ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹം ആദ്യം കാണുന്നത് മറ്റൊരു മഹാനടിക്കുണ്ടായ ഒരു അനുഭവമാണ്. ആ മഹാനടിയുടെ പേരാണ് ഹീര. ലാലേട്ടന്റെ നിർണയം സിനിമ കണ്ടിട്ടില്ലേ? അതിലെ നായികയുടെ പേര് ഹീരയാണ്. അതാണ് ഇവിടെയുള്ള മഹാനടി എന്നാലോചിച്ചോളൂ. ഇതാണ് അദ്ദേഹം കണ്ട സംഭവം. മഹാനടിയായ ഹീരയെ ചതിച്ചിട്ട് ഓടിയവനെ ശിവൻ ചാമ്പലാക്കി. മഹാനടിയായ ഹീരയെ ചതിച്ചിട്ട് ഒരുത്തൻ ഓടിയെന്നാണ്. അവനെ ശിവൻ ചാമ്പലാക്കി എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. മഹാനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി തന്നെയാണ്. ഹീരയെ എന്ന് പറഞ്ഞാൽ ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ചതിച്ചിട്ട് ഓടിയവനെ എന്ന് പറഞ്ഞാൽ മഹാനദി ഒഴുകുന്നത് ഛത്തീസ്ഗഡിലും ഒഡീസയിലൂടെയുമാണ്. അതില് ഉത്ഭവിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിൽ കൃത്യമായിട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിഹാവ, അതാണ് ശിവൻ. ഷിഹാവ റേഞ്ചസിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. ശിവൻ ചാമ്പലാക്കി എന്നാണ്. മഹാനദി ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് സാമ്പൽപൂർ. മഹാനദിയുടെ ലെങ്ത് 851 കിലോമീറ്റർ. കണക്ട് ചെയ്യാമല്ലോ, ഈസി അല്ലേ? അപ്പോ മഹാനടിയായ ഹീരയെ ചതിച്ചിട്ട് ഓടിയവനെ ശിവൻ ചാമ്പലാക്കി അതിലുണ്ട്. ഇനി
മറ്റൊരു കാര്യം കൂടെ പറയാം. മഹാനദി ദാ ഇവിടെ ഛത്തീസ്ഗഡ് ദാ ഈ ഭാഗത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. ദാ ഇതുവഴി ദാ ഒഡീസയിലൂടെ ഒഴുകി ദാ ബേ ഓഫ് ബംഗാളിൽ അവസാനിക്കും. മഹാനദി ഒഴുകുന്നത് ദാ ഈസ്റ്റേൺ ഘട്ടിന് ഇടയിലൂടെയാണ്. ഇതാണ് ഈസ്റ്റേൺ ഘട്ട് കേട്ടോ. ദാ ഈ വിട്ട് വിട്ട് കാണപ്പെടുന്നത് ഇത് ഈസ്റ്റേൺ ഘട്ട്. ഇതിനിടയിലൂടെയാണ് ഒഴുകുന്നത്. എന്നാൽ ഉത്ഭവിക്കുന്നത് കൃത്യമായും ഈസ്റ്റേൺ ഘട്ടിലല്ല. ഈ ഷിഹാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈസ്റ്റേൺ റേഞ്ചിന് അടുത്തുള്ളൊരു സ്ഥലമാണ്, അത് ഛത്തീസ്ഗഡ്. എന്നാൽ ഈസ്റ്റേൺ ഘട്ട് തുടങ്ങുന്നത് എവിടെയാ? ഒഡീസയിൽ തുടങ്ങി ആന്ധ്ര, തെലുങ്കാന, കർണാടകയിലൂടെ തമിഴ്നാട്ടിലെ ഈ നീലഗിരി ഹിൽസിൽ വന്ന് ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും കൂടെ സംഗമിച്ച് ഇവിടെയാണ് അവസാനിക്കുന്നത്. അത് നമുക്ക് ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും എല്ലാം പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മഹാനദിയുടെ പോഷക നദി പഠിക്കാം. ഓക്കെ അല്ലേ? അത് നേരത്തെ അദ്ദേഹം കണ്ട സംഭവത്തിന്റെ തുടർ കഥയാണ് കേട്ടോ. മഹാനടിയായ ഹീരയെ ചതിച്ചിട്ട് ഓടിയവനെ ശിവൻ ചാമ്പലാക്കി. ശിവൻ ഭഗവാനൊക്കെ തന്നെയാണ്, പക്ഷെ ഇന്ന് കാലം മാറി. ഓക്കെ, ഇതൊക്കെ ഇന്ന് വലിയ കേസാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് കണ്ട ഒരാൾ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ നിന്നും നമുക്ക് പോഷക നദികൾ ഏതൊക്കെയെന്ന് പിടിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കണ്ട സുന്ദരനായ ഷിയോനാഥ് IBയെ ടെലിഫോണിൽ അറിയിച്ചു. ഓക്കെ, IB എന്ന് പറഞ്ഞ ഇന്റലിജൻസ് ബ്യൂറോ എന്ന് ഓർത്തോളൂ. ഓക്കെ, ആരാണ്? ഇത് കണ്ട സുന്ദരനായ ഷിയോനാഥ്. ഓക്കെ, സുന്ദരനായ ഷിയോനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണ്ടൂർ റിവർ മഹാനദിയുടെ ട്രൈബ്യൂട്ടറി റിവർ ആണ്. ഓക്കെ, സുന്ദരനായ ഷിയോനാഥ് എന്നാണ്. ഷിയോനാഥ് റിവർ ഓക്കെ മഹാനദിയുടെ പോഷക നദിയാണ്. ഇന്ത്യയിലെ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ട ആദ്യത്തെ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിയോനാഥ് റിവർ ആണ്. ഓക്കെ, അടുത്ത് അദ്ദേഹം IBയെ ആണ് ടെലിഫോൺ ചെയ്തത്. യെസ്, IB റിവർ മഹാനദിയുടെ പോഷക നദിയാണ്. ടെലിഫോൺ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലൻ റിവർ അല്ലെങ്കിൽ ടെൽ റിവർ, ഇതെല്ലാം മഹാനദിയുടെ ട്രൈബ്യൂട്ടറി റിവർ ആണ്. ഓക്കെ, അപ്പോ എന്താണ്? മഹാനദിയായ ഹീരയെ ചതിച്ചിട്ടോടിയവനെ ശിവൻ ചാമ്പലാക്കി. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് അതിന്റെ ഉത്ഭവവും അവസാനവും എല്ലാം ഇവിടെ കൂടെയാണ് ഒഴുകുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ആ കഥയുമായിട്ട് അവിടെ കണക്ട് ചെയ്തു. അതിന്റെ ബാക്കി ഭാഗം എന്ന രീതിയിൽ ഇത് കണ്ട സുന്ദരനായ ഷിയോനാഥ് IBയെ ടെലിഫോണിൽ അറിയിച്ചു. ഇത് പോഷക നദികളാണ്. സുന്ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണ്ടൂർ റിവർ, ഷിയോനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ട ആദ്യത്തെ നദിയാണ്. IB റിവർ, ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ടെലൻ റിവർ അല്ലെങ്കിൽ ടെൽ റിവർ, ഇതെല്ലാം വന്നിട്ട് മഹാനദിയുടെ ട്രൈബ്യൂട്ടറി റിവേഴ്സ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബോട്ട് പിന്നെയും നീങ്ങി. അടുത്ത് അദ്ദേഹം കാണുന്നത് ഗോഡിനെ കാണാൻ വേണ്ടി കുറെ ആൾക്കാർ വരി നിൽക്കുന്നതാണ് കേട്ടോ. അതാണ് ഗോദാവരി. ഓക്കെ, ഗോഡിനെ കാണാൻ, ദൈവത്തിനെ കാണാൻ ഇപ്പൊ അമ്പലത്തിലൊക്കെ ഭയങ്കര വരിയല്ലേ, അല്ലെ? ക്യൂ നിന്നല്ലേ പോകുന്നത്. അതാണ് ഗോദാവരി, ഗോഡിനെ കാണാനുള്ള വരി എന്ന് ഓർത്തോളൂ. ഓക്കെ, ഇവിടെ അദ്ദേഹം ആദ്യം കാണുന്നത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരസികനായ വൃദ്ധൻ ഗോഡിനെ കാണാനുള്ള വരിയിലൂടെ ദക്ഷിണയുമായി ചെന്ന് പറയുക, എന്നെ കൊല്ലരുത്. ഓക്കെ, വൃദ്ധൻ ഇനിയും ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നതിനർത്ഥം. അപ്പോ നമ്മള് അദ്ദേഹം അടുത്ത് കണ്ട കാഴ്ച, ഉപഭുക്തൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ കാണാനുള്ള വരിയാണ്. ആ വരിയിൽ അദ്ദേഹം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരസികനായ വൃദ്ധൻ ഗോഡിനെ കാണാനുള്ള വരിയിൽ, അതാണ് ഗോദാവരി, നിന്നിട്ട് അവിടെ ദൈവത്തിന് ദക്ഷിണ കൊടുത്തിട്ട് പറയാ എന്നെ കൊല്ലരുത് എന്ന്. നമുക്ക് കണക്ട് ചെയ്യാം. മഹാരസികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി. ഓക്കെ, ഉത്ഭവിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. അതിലെ രസികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നിട്ടുള്ളൂ, നാസികൻ, നാസിക്. ഓക്കെ, മഹാരസികൻ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഓക്കെ, വൃദ്ധൻ ഗോഡിനെ കാണാനുള്ള വരി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗോദാവരിയാണ്. വൃദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. അതുകൊണ്ട് തന്നെ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നു. ഓക്കെ, വൃദ്ധൻ ഗോഡിനെ കാണാനുള്ള വരിയിൽ നിന്നിട്ട് എന്താണ് ചെയ്തത്? ദക്ഷിണയുമായി ചെന്നിട്ടാണ് പറഞ്ഞത് എന്നെ കൊല്ലരുതെന്ന്. യെസ്, ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഓക്കെ, കൊല്ലരുത് എന്ന് പറഞ്ഞാൽ കൊല്ലേരു വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ്. ഓക്കെ ആണോ? കണക്ട് ചെയ്യാലോ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി.
സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരിയാണ്. ഓക്കെ, ഗോദാവരി ഇതാണ്, ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വെസ്റ്റേൺ ഘട്ടിയിൽ നിന്ന് ഉത്ഭവിച്ചത് ഈസ്റ്റിലോട്ട് പോവാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും സ്ഥലത്ത് ഒഴുകിയാണ് ഗോദാവരി എത്തുന്നതല്ലേ. ഇത്രയും ഭാഗം കവർ ചെയ്യും. അപ്പോൾ നീളം കൂടിയ നദിയാണ് രണ്ടാമത്തെ ഗോദാവരി. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ ഗംഗയുടെ പേരില് വൃദ്ധഗംഗയെന്നും ദക്ഷിണഗംഗയെന്നും ഗോദാവരി അറിയപ്പെടുന്നു. ഓക്കെ, കൊല്ലേരു വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ്. ഓക്കെ, എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസപുര. ഓക്കെ, നരസപുരയിൽ വെച്ച് അത് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. വൃദ്ധനുമായി കണക്ട് ചെയ്തോളൂ. നരസ എന്ന് പറഞ്ഞാൽ ഇവിടെയും നരയുണ്ടല്ലേ. അപ്പൊ ഗോദിനെ കാണാനുള്ള വരിയിൽ വൃദ്ധനാണ് നിന്നത്. അപ്പോ എൻഡ് പോയിന്റിൽ വെച്ചും അയാൾക്ക് നരയുണ്ടാവും. നരസപുര. ഓക്കെ, ലെങ്ത് 1465 കിലോമീറ്റർ ആണ്. ഏകദേശം 1500 അടുത്ത് എന്നോർത്തോളൂ. 1465. ഓക്കെ അല്ലേ. ഇനി ഗോദാവരിയുടെ പോഷക നദികൾ. ഓക്കെ, ഇതിനെ തുടർന്ന് ആ ക്യൂവിൽ വെച്ചിട്ട് അദ്ദേഹം കണ്ട മറ്റു 2 കാഴ്ചകളുമായി ബന്ധപ്പെടുത്തി നമുക്കത് കാണാം. അത് നമുക്ക് ഇങ്ങനെ നോക്കാം. അടുത്ത് അദ്ദേഹം കാണുന്നത് മറ്റ് ഒരു വരിയാണ്. അവിടെ കണ്ട കാഴ്ചകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പോഷക നദികൾ പഠിക്കാം. അതിനു മുന്നേ ഈ ദൈവങ്ങൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ഗോഡിനെ കാണാനുള്ള വരിയല്ലേ. ആ ഗോഡ് ആരെന്ന് അറിയണ്ടേ? ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിമൂർത്തികളാണ് എന്നോർത്തോളൂ. ത്രിമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവും ഇന്ദ്രനും ഗൗതമനും. ഗൗതമ ബുദ്ധനല്ലേ, ഗൗതമനെന്നും ഓർത്തോളൂ. ഓക്കെ, അപ്പോ ത്രിമൂർത്തികൾ. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശിഷ്ടാ റിവറാണ്. ഓക്കെ, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാവതി റിവറാണ്. ഗൗതമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗതമി റിവറാണ്. ഇതാണ് ത്രിമൂർത്തികൾ. ഇനി അദ്ദേഹം കണ്ട മറ്റൊരു കാഴ്ചയിൽ നിന്നാണ് നമ്മൾ അടുത്ത പോഷക നദികൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിശിഷ്ടയും ഇന്ദ്രയും ഗൗതമി റിവറും ഒക്കെ പോഷക നദികളാണ്. മറ്റ് പോഷക നദികൾ നോക്കാനായിട്ട് അദ്ദേഹം കണ്ട ഒരു മറ്റു കാഴ്ച ഇതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയും കൂടെ അദ്ദേഹം അവിടുന്ന് കണ്ടു. അതിതാണ് പെൺപിള്ളേരുടെ വരിയിൽപ്പെട്ട് പൂർണ്ണയുടെ പ്രാണൻ പോയതാണ് അദ്ദേഹം അടുത്ത് കാണുന്നത്. അവിടെ പെൺപിള്ളേരുടെ വരിയുണ്ടായിരുന്നു. വരിയിലെ തള്ളലിൽപ്പെട്ടാണ് പൂർണ്ണയുടെ പ്രാണൻ പോയത്. ഇങ്ങനെ ഓർത്തോളൂ, പെൺപിള്ളേരുടെ വരിയിലെ തള്ളലിൽപ്പെട്ട് പൂർണ്ണയുടെ പ്രാണൻ പോയതാണ് അദ്ദേഹം കണ്ടത്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. പെൺപിള്ളേരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺഗംഗാ റിവർ. ഓക്കെ, വരിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരിയാണ്. ആ വരി പോലെ പേരുള്ള മറ്റൊരു റിവറും കൂടെ ഉണ്ട്, ശബരി. ഓക്കെ, ഗോദാവരി അല്ലെങ്കിൽ ശബരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരി നിൽക്കേണ്ട ക്ഷേത്രവും വന്നിട്ട് ശബരിമലയല്ലേ. അത് വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പൊ ഗോദാവരി, ആ വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിയാണ് എന്ന് ഓർത്തോളൂ. പെൺപിള്ളേരുടെ വരിയിലെ തള്ളലിൽ പെട്ട് എന്നാണ്. അപ്പോ താൽ റിവർ ഗോദാവരിയുടെ പോഷക നദിയാണ്. ഓക്കെ, തള്ളലിൽപ്പെട്ട് പൂർണ്ണയുടെ പ്രാണൻ പോയി എന്നാണ്. പ്രാണ റിവർ ഓക്കെ എന്നിവ ഗോദാവരിയുടെ പോഷക നദിയാണ്. ഈ സങ്കടകരമായിട്ടുള്ള കാഴ്ച കണ്ടതിന് ശേഷം അദ്ദേഹത്തിനെ മനസ്സിൽ ആശ്വസിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയും അവിടെ നിന്ന് കാണാനുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും നോക്കിയപ്പോഴത്തേക്കും മറ്റൊരു ക്യൂവിൽ ഒരു മഞ്ഞരിപ്രാവിനെ കണ്ടു. മഞ്ഞരിപ്രാവ്, വെള്ളരിപ്രാവ് എന്നല്ലേ പറയുന്നത്, ഇത് അതിന് പകരം മഞ്ഞരിപ്രാവ്. യെസ്, മഞ്ഞരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചീര റിവർ. ഓക്കെ, പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാര റിവർ. ഇത്രയുമാണ് അദ്ദേഹം കണ്ടത്. ഈ കാഴ്ചയിൽ നിന്നുമാണ് നമ്മൾ ഗോദാവരിയുടെ പോഷക നദികൾ കണക്ട് ചെയ്തത്. ആദ്യം ത്രിമൂർത്തി. ആ മൂർത്തി ആരൊക്കെയാ? വിഷ്ണു, ഇന്ദ്രൻ, ഗൗതമൻ. യെസ്, വിശിഷ്ട, ഇന്ദ്രാവതി, ഗൗതമി റിവർ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കണ്ടത് എന്താണ്? പെൺപിള്ളേരുടെ വരിയിലെ തള്ളലിൽപ്പെട്ട് പൂർണ്ണയുടെ പ്രാണൻ പോയി എന്നാണ്. പെൺപിള്ളേരുടെ എന്ന് പറഞ്ഞാൽ പെൺഗംഗ, വരിയിലെ ഗോദാവരി, ശബരി. ഓക്കെ, തള്ളലിൽ താൽ റിവർ. ഓക്കെ, തള്ളലിൽപ്പെട്ട് പൂർണ്ണയുടെ പൂർണ്ണ റിവർ. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണ. ഓക്കെ, പ്രാണ റിവർ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മനസ്സ് വിഷമിച്ച് നിന്നപ്പോഴത്തേക്കും മനസ്സിന് ആശ്വാസമായിട്ട് അവിടെ ഒരു മഞ്ഞരിപ്രാവിനെ കണ്ടു. യെസ്, മഞ്ചീര റിവർ, പ്രവാര റിവർ. ഇതെല്ലാം ഗോദാവരിയുടെ ട്രൈബ്യൂട്ടറി റിവേഴ്സ് ആണ്. ഓക്കെ ആണേ? എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ബോട്ടിലൂടെ മുൻപോട്ട് നീങ്ങി. അവിടെ അദ്ദേഹം കണ്ടത് കൃഷ്ണനാണ്. അവിടെ കണ്ടത് കൃഷ്ണനാണ്. യെസ്, കൃഷ്ണ റിവർ. കണ്ട കാഴ്ച നമുക്ക് നോക്കാം. മഹാബലവാനായ കൃഷ്ണൻ വിജയിച്ച ശേഷം ദേവിയെ പോയി കണ്ടു. അല്ലേ? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ദേവനാണ്. അദ്ദേഹം വിജയിച്ച ശേഷം വിജയശ്രീലാളിതനായി ദേവിയെ പോയി കണ്ടു എന്നാണ്. അടുത്ത് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ
മഹാബലവാനായ കൃഷ്ണൻ വിജയിച്ച ശേഷം ദേവിയെ പോയി കണ്ടു. വിജയിച്ചു എന്ന് ചിലപ്പോൾ എന്തെങ്കിലും മത്സരമായിരിക്കാം. അപ്പോ മഹാബലവാൻ, യെസ്, കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലവാൻ, യെസ്, മഹാരാഷ്ട്ര. ബലവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലേശ്വർ. മഹാബലേശ്വർ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ. അതെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. ഓക്കെ, വിജയിച്ച ശേഷം, ഓക്കെ, വിജയവാഡ. ഓക്കെ, വിജയവാഡ ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അതുവഴി ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണയാണ്. ഓക്കെ, ദേവിയെ കണ്ടു എന്നാണ്. യെസ്, കൃഷ്ണ നദി അവസാനിക്കുന്നത് ഹംസല ദേവി എന്ന സ്ഥലത്താണ്. അത് ബേ ഓഫ് ബംഗാളിലാണ് അവസാനിക്കുന്നത്. ബേ ഓഫ് ബംഗാളില് ഹംസല ദേവി എന്ന സ്ഥലത്തിലൂടെയാണ് ബേ ഓഫ് ബംഗാളിൽ അവസാനിക്കുന്നത്. ടോട്ടൽ ലെങ്ത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1400 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് കൃഷ്ണ നദിയുടെ പോഷക നദികൾ നോക്കാം. അത് അദ്ദേഹം കണ്ട മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അത് അദ്ദേഹം ഒരാളെ അയച്ചു. അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് കണ്ടിട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിലൊക്കെ ഓക്കെ യുദ്ധം നയിച്ച ആളല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെപ്പണാണ് അർജുനനും ഭീമനും ഒക്കെ. ഇവിടെ അദ്ദേഹം ഭീമനെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭമാരുടെ മാലകെട്ട മസിൽമാൻ ഭദ്രനെ, ഓക്കെ, ഭീമന്റെ പിടയും വാങ്ങിയിട്ട് കൊഞ്ഞനം കാട്ടുന്നതാണ്. ഭീമൻ അയച്ചത് കൃഷ്ണനാണ്. ഓക്കെ, ഈ മസിൽമാൻ ഭദ്രൻ എന്താണ് ചെയ്തതെന്ന് അറിയാവോ? പ്രഭമാരുണ്ട്, 2 പ്രഭമാരാണ് കേട്ടോ. പ്രഭമാരുടെ മാലകെട്ട മസിൽമാൻ ഭദ്രൻ, ഓക്കെ, ഭീമന്റെ പിടയും വാങ്ങിയിട്ട് കൊഞ്ഞനം കാണിക്കുന്നതാ. ഞാൻ കാണിക്കും. ഓക്കെ, എന്താണ്? പ്രഭമാരുടെ മാല കട്ടു. യെസ്, അതിലുണ്ട് മാലപ്രഭ. ഓക്കെ, കട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘാട്ടാപ്രഭ റിവർ. ഇത് രണ്ടും കൃഷ്ണ നദിയുടെ ട്രൈബ്യൂട്ടറി ആണ്. അതാണ് പ്രഭമാരുടെ. അപ്പൊ 2 പ്രഭയുണ്ട്, മാലപ്രഭ, ഘാട്ടാപ്രഭ. മാല കട്ടു അതിലുണ്ട്. ഓക്കെ, കട്ടതാരാണ്? മസിൽമാനായ ഭദ്രൻ. യെസ്, മസിൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസി റിവർ. ഓക്കെ, മസിൽമാനായ ഭദ്രനാണ്. യെസ്, തുംഗഭദ്ര റിവർ. ഓക്കെ, മസിൽമാനായ ഭദ്രനെ ഭീമന്റെ പിടയും വാങ്ങിയിട്ട് കൊഞ്ഞനം കുത്തി എന്നാണ്. യെസ്, ഭീമാ റിവർ. ഓക്കെ, പെട വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെദ്ദവാഗു റിവർ. ഓക്കെ, കൊഞ്ഞനം കുത്തി എന്ന് പറഞ്ഞാൽ കൊയ്ന റിവർ. ഇതെല്ലാമാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. ഓക്കെ അല്ലേ? ഓക്കെ, കൃഷ്ണൻ ഒരാളെ അയച്ചു, ഭീമനെ അയച്ചു. എന്ത് കാര്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭമാരുടെ മാലകെട്ട മസിൽമാൻ ഭദ്രൻ ഭീമന്റെ പിടയും വാങ്ങിയിട്ട് കൊഞ്ഞനം കാട്ടുന്നതാണ് ഇവിടെ അദ്ദേഹം ആ കാഴ്ചയിൽ കണ്ടത്. പ്രഭുമാരുടെ മാല കെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലപ്രഭ, കാട്ടാപ്രഭ. ഓക്കെ, മസിൽമാൻ ഭദ്രനാണ്. യെസ്, മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസി, ഭദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുംഗഭദ്ര റിവർ. ഓക്കെ, ഭീമൻ എന്ന് പറഞ്ഞാൽ ഭീമാ റിവർ. ഭീമന്റെ പെടയും വാങ്ങിയിട്ടാണ് അയാൾ നിന്ന് കൊഞ്ഞനം കട്ടിയത്. യെസ്, പെടയും വാങ്ങി കഴിഞ്ഞാൽ പെദ്ദവാഗു റിവർ, കൊഞ്ഞനം എന്നാൽ കൊയ്ന റിവർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ യാത്ര കഴിഞ്ഞു. ഈ സംഭവ വികാസങ്ങളെല്ലാം കണ്ടതിന് ശേഷം വീണ്ടും അടുത്ത യാത്ര തുടർന്നു. അടുത്ത അദ്ദേഹം കാണുന്നതാണ് നമ്മുടെ ഈ കിഴക്ക് ഭാഗത്ത് പഠിക്കേണ്ട ഏറ്റവും അവസാനത്തെ റിവർ ആയിട്ടുള്ള കാവേരി റിവർ. ഓക്കെ, അദ്ദേഹം ആദ്യം ഇവിടെ കാണുന്നത് കാവേരി എന്നൊരു പെൺകുട്ടിയാണ്. കാവേരി തലയിൽ കുടയും പൂവും ചൂടി നിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ഓക്കെ, കാവേരി തലയില് ഓക്കെ കുടയുണ്ട്, പൂവും ചൂടി നിൽക്കുന്നുണ്ട്. ഓക്കെ, കാവേരി തലയിൽ കുടയും പൂവും ചൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ഉപഗുപ്തൻ. യെസ്, ഉപദ്വീപീയ നദികളുടെ സൗത്ത് ഉള്ളത് കാവേരിയാണ്. നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അവിടെ കണ്ട കാഴ്ച കാവേരി തലയിൽ കുടയും പൂവും ചൂടി നിൽക്കുന്നതാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. കാവേരി ഉത്ഭവിക്കുന്നത് തലക്കാവേരിയാണ്. യെസ്, അതാണ് ഈ തലയിൽ. ഓക്കെ, തലയിൽ ചൂടിയിരിക്കുന്നത് എന്താണ്? കുടയും പൂവുമാണ്. യെസ്, കുടയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കാവേരി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടകാണ്. കുടക് കൂർഗ് കർണാടക അല്ലേ? കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന കൂർഗിനെയാണ് കുടകെന്ന് പറയുന്നത്. അപ്പോ കാവേരി തലയിൽ എന്ന് പറഞ്ഞാൽ തലക്കാവേരിയിലാണ് ഉത്ഭവിക്കുന്നത്. അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടകാണ്. കുടകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർഗാണ്, കർണാടകയിലാണ്. ഓക്കെ, പൂവും ചൂടിയല്ലേ കാവേരി നിൽക്കുന്നത്? യെസ്, കാവേരി അവസാനിക്കുന്നത് പൂംബുഹാറിൽ വെച്ചാണ്. കാവേരി ബേ ഓഫ് ബംഗാളിൽ അവസാനിക്കുന്നത്. ഓക്കെ, കാവേരി ഒഴുകുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പട്ടണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈറോഡിലൂടെയും കരൂറിലൂടെയൊക്കെ ഒഴുകുന്നത് കാവേരി നദിയാണ്. ഓക്കെ, ബേ ഓഫ് ബംഗാളിലാണ് അത് ചെന്ന് ഭവിക്കുന്നത്. ഓക്കെ, കാവേരിയുടെ നീളം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 800 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ അദ്ദേഹം ഇവിടെ കണ്ട കാഴ്ച തലയിൽ കുടയും പൂവും ചൂടി നിൽക്കുന്ന കാവേരിയാണ്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് കാവേരിയുടെ പോഷക നദികൾ പഠിക്കാം. അപ്പോ അടുത്ത് നമുക്ക് കാവേരിയുടെ ട്രൈബ്യൂട്ടറി റിവേഴ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഉപഗുപ്തൻ കണ്ട കാവേരിയുടെ കാഴ്ചകളുടെ തുടർക്കാഴ്ച തന്നെയാണ് ഇത്. കാവേരി തലയിൽ പൂവും വെച്ച് കുടയും ചൂടി നിൽക്കുകയാണല്ലേ, അല്ലേ? കുടയും വെച്ചിട്ട് പൂവും ചൂടി നിൽക്കുന്ന കാവേരി എന്തിനാണ് അവിടെ നിന്നതെന്നറിയാവോ? കാവേരിയുടെ 2 കൂട്ടുകാരികളെയും കൊണ്ട് ഒരു കല്യാണത്തിന് പോകാനാണ്. ആ കല്യാണത്തിന് കാവേരി കണ്ട കാഴ്ചയിൽ നിന്നാണ് നമ്മൾ ഈ ട്രൈബ്യൂട്ടറി റിവേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാവേരിയുടെ 2 കൂട്ടുകാരികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവേരിയും കബനിയും ഭവാനിയും കൂടെയാണ്. ഓക്കെ, അവരൊരു കല്യാണത്തിന് പോയി. അവിടെ അവർ കണ്ടത് ഹാരമിട്ട 3 വധുമാരെയാണ്. ഹാരമിട്ട് നിൽക്കുന്ന 3 വധുമാരെ. ഓക്കെ, ഹാരമിട്ട് നിൽക്കുന്ന 3 വധുമാര്. കല്യാണം ആകുമ്പോഴത്തേക്കും വധുവൊക്കെ എന്തായാലും ഹാരമിട്ടല്ലേ നിൽക്കുന്നത്. അങ്ങനെ 3 വധുമാരുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ നിന്ന് കഴിച്ചത് നെയ്യുള്ള പാമ്പിന്റെ ഫ്രൈ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നല്ല നെയ്യിൽ ചുട്ട പാമ്പിന്റെ ഫ്രൈ എന്ന് കൂടെ ഓർത്തോളൂ. അവിടെ കഴിക്കാനുള്ളത് സാധാരണ സദ്യയൊക്കെ ആയിരിക്കുമല്ലോ, ഇവിടെ അല്ല, നെയ്യുള്ള പാമ്പിന്റെ ഫ്രൈ. ഓക്കെ, സദ്യയും ബിരിയാണിയും ഒന്നുമല്ല കൊടുത്ത, നെയ്യുള്ള പാമ്പിന്റെ ഫ്രൈ ആണെന്ന് കൂടെ ഓർത്തോളൂ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോ കാവേരി കൂട്ടിക്കൊണ്ടു പോയ കൂട്ടുകാരികൾ ആരൊക്കെയാ? കബനി റിവർ, ഭവാനി റിവർ. കാവേരി നദിയുടെ ട്രൈബ്യൂട്ടറി ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരമിട്ട 3 വധുക്കളെയാണ് കണ്ടത്. ഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാരാങ്കി റിവർ. ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയി, സോറി. അപ്പോ ഹാരാങ്കി റിവർ ആണ്. ഓക്കെ, കാവേരിയുടെ മറ്റ് ട്രൈബ്യൂട്ടറിയിലുള്ളത് ഹാരാങ്കി റിവർ. പിന്നെ 3 വധുമാരാണ്. അത് ആരൊക്കെയെന്ന് അറിയണ്ടേ? ഹേമവധു, അമലവധു, അർഘവധു. അവരുടെ പേരാണ്, ആ വധുമാരുടെ പേര് ഹേമ, അമല, അർഘ. കണക്ട് ചെയ്യാം. ഹേമവധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമാവതി റിവർ. ഓക്കെ, അമരാവതി റിവർ. അമലവധു എന്ന് പറഞ്ഞാൽ അമരാവതി റിവർ. അർഘാവതി റിവർ. ഇത് 3മാണ്. ഓക്കെ, പിന്നെ എന്താണ് കഴിച്ചത്? നെയ്യുള്ള പാമ്പിന്റെ ഫ്രൈ അല്ലേ? നൊയ്യൽ റിവർ, പാമ്പാർ റിവർ. നൊയ്യൽ റിവർ, പാമ്പാർ റിവർ. കണക്ട് ചെയ്യാലോ? ഓക്കെ, ഇതിലെ കബനിയും ഭവാനിയും എവിടെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിലൂടെ ഉത്ഭവിച്ച് കാവേരിയിലോട്ട് വന്നു ചേരുന്നതാണ്. ഓക്കെ, പാമ്പാറ് ഇടുക്കിയിലാണ്. 3ഉം കേരളത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നൊയ്യൽ റിവർ കോയമ്പത്തൂരാണ്. ഓക്കെ, പിന്നെ 3 വധുക്കൾ ആരൊക്കെയാ? ഹേമവതി, അമലവധു, അമരാവതി, അർഘാവതി. അപ്പോൾ കിഴക്ക് ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള നദികളെല്ലാം നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് വെസ്റ്റ് സൈഡിൽ നോക്കേണ്ടത് മെയിനായിട്ട് 2 നദികളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നല്ല ബെസ്റ്റ് ആയിട്ട് നർമ്മം പറയുന്ന ദീപ്തി എന്ന് വെച്ചിട്ടാണ് നമ്മൾ വെസ്റ്റ് ആദ്യം കണക്ട് ചെയ്യുന്നത്. ബെസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ വെസ്റ്റ് സൈഡ് നർമ്മം, നർമ്മദ. ഓക്കെ, ദീപ്തി എന്ന് പറഞ്ഞാൽ താപ്തി. ഇതാണ് നർമ്മദ, ഇത് താപ്തി. നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നർമ്മദ ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മേപ്പ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. വിന്ധ്യ, സാത്പുര. ഓക്കെ, ഹില്ലിന്റെ ഇടയിലൂടെയാണ് നർമ്മദ ഒഴുകി അറേബ്യൻ സീയിൽ ചേരുന്നത്. സാത്പുരയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ താപ്തി നദി ഉത്ഭവിക്കുന്നത് സാത്പുരയുടെ താഴെ ഉത്ഭവിച്ച് ഇവിടെ ചേരുന്നു. അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചയിലൂടെ ഇതൊക്കെ കണക്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നർമ്മദയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നർമ്മദയിൽ കണ്ട കാഴ്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മദ്യപാനിയായ ആൾ മൈക്കിലൂടെ അമറിക്കൊണ്ട് നർമ്മം പറഞ്ഞ് പുരയിലേക്ക് പോകുന്നതാണ് അദ്ദേഹം ഇവിടെ കാണുന്ന കാഴ്ച. ഓക്കെ അല്ലേ? മദ്യപാനിയായ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലാണ്. ഓക്കെ, മൈക്കിലൂടെ അമറിക്കൊണ്ട് നർമ്മം പറഞ്ഞ് പുരയിലേക്ക് പോയി എന്നാണ്. മൈക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കല റേഞ്ചിലൂടെ ഒഴുകുന്നത് നർമ്മദയാണ്. ഓക്കെ, അമറിക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമർകണ്ടക്കിലാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. അതെവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ്. ഓക്കെ, അമറിക്കൊണ്ട് നർമ്മം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നർമ്മദ തന്നെയാണ്. അദ്ദേഹം പുരയിലേക്ക് പോയി. ആ പുര എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ പുര എന്നോർത്തോളൂ. വിന്ധ്യ സാത്പുരയാണ്. വിന്ധ്യയുടെയും സാത്പുരയുടെയും ഇടയിലൂടെ ഒഴുകുന്നത്, ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന നദി, ഇതെല്ലാം വന്നിട്ട് നർമ്മദയാണ്. നർമ്മദയുടെ ലെങ്ത് 1312. 13, അതിൽ നിന്ന് ഒന്ന് കുറവാണ് 12. 13. അതും ഈസി ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്. സർദാർ കഥകളൊക്കെ കേട്ടിട്ടില്ലേ? പണ്ട് ഈ ഫോണിൽ വാട്സപ്പൊക്കെ അധികം പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ കൂടുതൽ ഈ മെസ്സേജിലൊക്കെ നമ്മൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും കൂടുതൽ മെസ്സേജ് ആയിരുന്നു. അതിൽ ഈ
സാധാരണ ഈ സർദാറിനെ വരച്ചിട്ടുള്ള ഫലിതങ്ങൾ വരുമായിരുന്നു മെസ്സേജ്. ഓക്കെ, സർദാർ ഫലിതങ്ങൾ. അപ്പോ സർദാറാണ് നർമ്മം പറയുന്നത്, അത് വെച്ച് കണക്ട് ചെയ്യാമല്ലോ. നർമ്മദ സർദാറാണ്. ഓക്കെ, ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചിട്ടാണ് ഇത് വന്നിട്ട് അറേബ്യൻ സീയിൽ ചേരുന്നത്. ഓക്കെ, ഗൾഫ് ഓഫ് കമ്പത്ത്. ഈ മദ്യപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ വെച്ചിട്ട് നല്ല സമ്പത്തുണ്ടാക്കിയ ആളെന്ന് കൂടെ ഓർത്തോളൂ. അപ്പോ ആരാണ് മദ്യപാനിയായ ആള്? മൈക്കിലൂടെ അമറിക്കൊണ്ട് നർമ്മം പറഞ്ഞ് പുരയിലേക്ക് പോയി. അത് ഒന്നുകിൽ ഇന്ത്യയിലെ പുരയെന്നും ഓർത്തോളൂ. അതാണ് ഇന്ത്യ സാത്പുര, വിന്ധ്യ സാത്പുര. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് അതിൽ നിന്നും നർമ്മദയുടെ പോഷക നദികൾ കാണാം. ഓക്കെ, അപ്പോ അദ്ദേഹം ഇവിടെ ഞാൻ പറഞ്ഞു ആദ്യം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനിയായിട്ടുള്ള ഒരാള് മൈക്കിലൂടെ അമറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പുരയിലോട്ട് പോകുന്നതാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്നത് ഒരു സർദാർജിയാണ്, നർമ്മം പറയുന്ന സർദാർജിയാണ്. ആ സർദാർജിയാണ് ഈ കാഴ്ചയുടെ അവസാനം അദ്ദേഹം കാണുന്നത്. അപ്പൊ സർദാറിനോട് ചോദിച്ചു, ഹലോ സർദാർ, എന്തൊക്കെ വാങ്ങി? സർദാർജി ഇവിടെ ഷോപ്പിങ്ങിന് നിൽക്കുകയാണ്. അപ്പോ ഉപഭോക്തൻ സർദാറിനെ വിളിച്ചു, ഹലോ സർദാർ, എന്തൊക്കെയാണ് വാങ്ങിയെന്ന്. അപ്പോ സർദാർ പറയുകയാണ്, ഒന്നുമില്ല, കീര വാങ്ങി, ദൂത് വാങ്ങി. ദൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാണ്. ദൂത് വാങ്ങി. പിന്നെ ഈ പാല് കാച്ചാനായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു തവ വാങ്ങി. പിന്നെ 5-6 ബർണർ വാങ്ങിയെന്ന്. 5-6 ബർണർ എന്തിനാ? ബർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ മുകളിൽ നമ്മൾ ഈ ലൈറ്റർ വെച്ച് കത്തിക്കില്ല, ആ ഭാഗമാണ്. ഈ പാലും കീരയൊക്കെ ഉണ്ടാക്കാനായിട്ട് അയാൾ 5-6 ബർണറാണ് വാങ്ങിയത്. അതാണ് സർദാർ, നർമ്മം, സർദാർ ഫലിതം എന്ന് പറയുന്നത്. അപ്പോ അയാൾ ചോദിച്ചു, ഉപഭോക്തൻ ചോദിച്ചു, ഹലോ സർദാർ, എന്തൊക്കെയാണ് നിങ്ങൾ വാങ്ങിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, കീര മേടിച്ചു. പാല് ഹിന്ദിയിൽ ദൂത് എന്നല്ലേ പറയുന്നത്. പഞ്ചാബികള് ദൂത്, പാലാണ് കുടിക്കുന്നത്. അപ്പോ കീര, ദൂത്, കളറുള്ള തവ, 5-6 ബർണർ. കണക്ട് ചെയ്യാലോ? യെസ്, ഹലോൺ സർദാർ എന്നാണ്. അപ്പോ ഹലോൺ റിവർ, സർദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാക്കർ റിവർ. അദ്ദേഹം എന്തൊക്കെയാണ് മേടിച്ചത്? ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീരയാണ്. ഹീര റിവർ. ദൂത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂധി റിവർ. പിന്നെ കളറുള്ള തവയാണ് മേടിച്ചത്. കോളാർ റിവർ. തവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താവ റിവർ, ഏറ്റവും ലാർജസ്റ്റ് അതാണ് നർമ്മദയിലുള്ളത്. പിന്നെ 5-6 ബർണറാണ്. യെസ്, ബഞ്ചാർ റിവർ. ബർണർ പറഞ്ഞു കഴിഞ്ഞാൽ ബർണർ റിവർ. ഇതെല്ലാം വന്നിട്ട് നർമ്മദയുടെ പോഷക നദികളാണ്. അല്ലേ? കണക്ട് ചെയ്യാലോ? അപ്പൊ നമ്മള് അടുത്തതിലോട്ട് പോവാണ്. താപ്തി. സത്പുരയുടെ താഴെയായിട്ട് കാണപ്പെടുന്നതാണ് താപ്തി. അപ്പോ താപ്തി റിവർ നമ്മൾ കോഡിലൂടെ എങ്ങനെ പഠിക്കുമെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യാത്രയുടെ അവസാനം അദ്ദേഹം കാണുന്നത് ഇവിടെ ദീപ്തിയെയാണ് എന്നോർത്തോളൂ. ഉപഗുപ്തൻ ലാസ്റ്റ് ദീപ്തിയെ കാണുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം ഇവിടെ കണ്ട കാഴ്ച, ദീപ്തിയുടെ പുരയിൽ മുട്ടിയ മദ്യപനെ ദീപ്തി കമ്പ് വെട്ടി അടിക്കുന്നതാണ്. ഇനി മുട്ടോടാ അല്ലേ? അപ്പോ ലാസ്റ്റ് അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തിയുടെ പുരയിൽ മുട്ടിയ മദ്യപനെ ദീപ്തി കമ്പ് വെട്ടി അടിക്കുന്നതാണ്. അതിലുണ്ട് ദീപ്തിയുടെ പുരയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപ്തി റിവർ ഒഴുകുന്നത് സാത്പുര റേഞ്ചിലൂടെയാണ്. മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾട്ടായി റിസർവ്, മുൾട്ടായി വനമേഖലകളിലൂടെ സാത്പുര റേഞ്ചിലൂടെ ഒഴുകുന്നതാണ്. താപ്തി. ഞാൻ പറഞ്ഞു സാത്പുരയുടെ താഴെ കൂടെയാണ് താപ്തി ഒഴുകുന്നത്. അപ്പൊ കോഡിലൂടെ കണക്ട് ചെയ്യുമ്പോൾ ദീപ്തിയുടെ പുരയിൽ മുട്ടിയ മദ്യപനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപ്തിയാണ്. പുരയിൽ എന്ന് പറഞ്ഞാൽ സാത്പുര, മുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾട്ടായി റിവർ, മദ്യപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. അവര് കമ്പ് വെട്ടിയാണ് അടിച്ചത്. കമ്പ് വെട്ടി അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്ന് ഭവിക്കുന്നത് ഇവിടെ അറേബ്യൻ ഓഷനില് ഈ ഗൾഫ് ഓഫ് കമ്പത്തിൽ വെച്ചിട്ടാണ് ചെന്ന് ഭവിക്കുന്നത്. അത് മാത്രമല്ല ഡിസ്റ്റൻസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 724 കിലോമീറ്റർ ആണ് എന്ന് കൂടി ഓർത്തോളൂ. അല്ലേ? ഈ സംഭവങ്ങളൊക്കെ കണ്ട ശേഷം ദീപ്തിയുടെ പുരയിൽ മുട്ടിയ മദ്യപനെ ദീപ്തി കമ്പ് വെട്ടി അടിച്ചതെല്ലാം കണ്ട് അദ്ദേഹവും ഷോക്കായി. ഇതൊക്കെ കണ്ട് നിൽക്കാൻ വേണ്ടി വയ്യ, എനിക്കൊന്ന് ചില്ല് ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഗോവയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയിൽ നിന്നും നമ്മൾ താപ്തി നദിയുടെ പോഷക നദികൾ പഠിക്കാൻ പോവുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം ഗോവയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ്സിൽ കയറി. അപ്പൊ പോകുന്ന വഴിക്ക് ബസ് പഞ്ചറായപ്പോൾ അവിടെയുള്ള 2 യാത്രക്കാരാണ് അരുണും രാഖിയും. അവര് ബസ് പഞ്ചറായല്ലോ, പുറത്തിറങ്ങി
ഗോവയിൽ നിന്നും അടാർ പൊരി മേടിച്ച് കഴിച്ചു. അതാണ് അടുത്ത അയാള് കാണുന്ന കാഴ്ച. ഓക്കെ, ബസ് പഞ്ചറായത് കൊണ്ട് പുറത്തിറങ്ങിയ അരുണും രാഖിയും ഗോവയിലെ അടാർ പൊരി വാങ്ങി കഴിച്ചതാണ് അടുത്ത് ഉപഗുപ്തൻ കണ്ടത്. ഉപഗുപ്തൻ ഗോവയിലോട്ട് പോവുകയാണ്. ഓക്കെ, യാത്ര അവസാനിക്കും മുന്നേ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഉപഗുപ്തന്റെ കൂടെ ആ ബസ്സിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ ആരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണും രാഖിയും. ബസ്സിനെന്ത് പറ്റി? ബസ് പഞ്ചറായത് കൊണ്ട് പുറത്തിറങ്ങിയ അരുണും രാഖിയും ഗോവയിലെ അടാർ പൊരി മേടിച്ച് കഴിച്ചു. അതിലുണ്ട്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേസു റിവർ. നേസു ബസ്, നേസു ബസ്, നേസു. ഓക്കെ, നേസു റിവർ. പഞ്ചറായത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചറ റിവർ. ഓക്കെ, പുറത്തിറങ്ങിയ അരുണും രാഖിയും എന്നാണ്. പുറത്ത് ബുറായ് റിവർ. പുറ ബുറ, പുറ ബുറ. ഓക്കെ, ബുറായ് റിവർ. പുറത്തിറങ്ങിയ അരുണും രാഖിയും അല്ലേ? അരുണ് അരുണാവതി റിവർ, രാഖി എന്ന് പറഞ്ഞാൽ വാക്കി റിവർ. വാക്കി റിവർ. ഓക്കെ, അരുണും രാഖിയും എന്താ ചെയ്തത്? ഗോവയിലെ അടാർ പൊരി മേടിച്ച് കഴിച്ചു. ഗോവയിലെ എന്ന് പറഞ്ഞാൽ ഗോവ, ഗോമായി, ഗോമായി, ഗോമായി റിവർ. ഓക്കെ, അടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർ, അനർ, അനർ റിവർ. ഓക്കെ, പൊരി മേടിച്ച് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറി റിവർ, ബോറി റിവർ, ബോറി റിവർ. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയുമാണ് താപ്തി നദിയുടെ പോഷക നദികൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതോടുകൂടി ഉപഗുപ്തൻ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് പെൻസിലോർ റിവേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ള ഇത്രയും നദികളാണ്. ഇനി കുറച്ച് നദികൾ പഠിക്കാനുണ്ട്. അത് ഇത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ ആ നദികൾ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റികൾ, അതിലൂടെ ഒഴുകുന്ന നദികൾ, അതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഈ യാത്രകളിൽ നിന്നും കിട്ടിയ അനുഭവം വെച്ചിട്ട് ഉപഗുപ്തൻ ഒരു ഡയറി എഴുതുന്നുണ്ട്. അതിലാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റു നദികൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മിക്കവാറും 90% പരീക്ഷകളിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.